ഹലോ, അതാ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു കേട്ടോ. ഇന്നൊരു ചെറിയൊരു യാത്ര, കല്യാണം, അങ്ങനെ കൊച്ചു 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 പ്രധാനപ്പെട്ട വിശേഷങ്ങൾ മാത്രം കേട്ടോ. 2 ദിവസത്തെ വീഡിയോ ആണ്. അപ്പം ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? യെസ്, എനിക്ക് പനിയായിരുന്നു കേട്ടോ. 2 ദിവസം മാറിയിട്ടില്ല. എന്നാലും വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ, അപ്പോൾ ഈ സൗണ്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ എൻ്റെ വീട്ടിൽ കസിൻസൊക്കെ എത്തിയിട്ടുണ്ട്. കണ്ടോ, എല്ലാവരും ഭയങ്കര ചായ കുടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. കണ്ടോ, അവൾ കസേലയിൽ താഴെ ഇരിക്കാമെന്ന് പറഞ്ഞ് അവൾ കസേല അടിച്ചു മാറ്റിയതിൻ്റെ സന്തോഷമാണ്. ഇതാ എൻ്റെ മോൻ ഇവിടെ നെത്തി നോക്കുന്നു. എന്താ പരിപാടി, അമ്മ എനിക്ക് ചായയില്ലേ, നിങ്ങളൊക്കെ എന്താ ഈ കഴിക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ. പാപം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ചായ കുടി പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ഓരോ കോമഡിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാനങ്ങ് കട്ടാക്കിയിട്ടുള്ളതാണ്. നല്ല പോസൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുകയെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചായ കുടിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പരിപാടിയിലാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. എവിടെ പോയി എന്ന് വെച്ച് ഞാൻ തപ്പുകയാണ് ആൾക്കാരെ. കുഞ്ഞിനെയും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. അതാ വന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ചോട്ടാപ്രിക്ക് വന്നിട്ടുണ്ട്. അടുത്തവരെവിടെ? ഇത് നമ്മുടെ ചാമ്പക്ക കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നതായിരുന്നു. ഇനി അപ്പോൾ അടുത്ത ചാമ്പക്ക ഇവർ വന്നതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാമെന്ന് പറഞ്ഞു. ചാമ്പക്ക കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ട്. ഞാൻ പണ്ട് ഈ ചാമ്പക്ക ഉപ്പും മുളകും അതുപോലെ തന്നെ നമ്മളെ ഈ വിനാഗിരി ഇല്ലേ, അതൊക്കെ ഒഴിച്ച് കഴിക്കുമായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ മോന് തപ്പി നടന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്. മേമയും മോനും കൂടെ നല്ല കെട്ടിപ്പിടിച്ച് ഉറങ്ങുക കേട്ടോ. എന്താ സന്തോഷം. മോന് പിന്നെ എല്ലാവരും വന്നതിൻ്റെ ഒരു സന്തോഷം. എടുത്ത് നടക്കാൻ കുറേ പേരുണ്ടല്ലോ. ഞാനാണെങ്കിൽ അവനെ അവിടെ താഴെ കിടത്തും. അപ്പോൾ അവൻ അത്ര ഇഷ്ടമല്ല അത്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അവൻ നോക്കി ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ അവൾക്ക്, എൻ്റെ അനിയത്തിക്ക് പിന്നെ കുഞ്ഞിനെ കിട്ടിയാൽ പിന്നെ നോക്കുകയോ വേണ്ട, എല്ലാവർക്കും അവനെ മതി. ഇതാണ് ഞാൻ അവളെ കൊണ്ട് ഉപ്പേരിയൊക്കെ അരിയിപ്പിച്ചു. ഇതാ നെക്സ്റ്റ് ഉപ്പേരി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ആരിവിടെ വന്നാലും അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പണി ഞാൻ കൊടുക്കും. വീട്ടിൽ നിന്നൊരു പണി എടുക്കാത്ത കുട്ടിയാണേ. അപ്പോൾ ഉപ്പേരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ പറ്റിയ ഭാഗം തന്നെയായിരുന്നു. പക്ഷെ അവൾ അതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് ഉപ്പ് ചേർത്താണ്. ഉപ്പില്ലാത്ത ഉപ്പേരി നല്ല രസമുണ്ടല്ലേ. അപ്പം അത് കഴിഞ്ഞു. ഇതാ ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ സൈഡിൽ 2 വ്യക്തികൾ ഇങ്ങനെ കുത്തിരിക്കുന്നു. എന്താ പരിപാടി എന്ന് നോക്കുമ്പോൾ ഇതേ ഇവിടെ നിന്ന് കണ്ടോ, അടുക്കളയിൽ ഇരുന്നിട്ടാണ് ഇവർ ഈ ചാമ്പക്കേൻ്റെ പരിപാടികൾ. രണ്ടാണ് നല്ലോണം അടിച്ചു മാറുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു ടെൻഷൻ, ഇതെല്ലാം അടിച്ചു മാറി വയറിളക്കം പിടിക്കുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ലോണം കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു യാത്ര പറഞ്ഞില്ലായിരുന്നോ, ആ യാത്ര ഇതാ ഇവിടേക്കായിരുന്നു. ഇവിടേക്കല്ല, അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരാളെയും കൂടെ കൂട്ടാനുണ്ട്, അനിയത്തി. ഇവർ നേരത്തെ അങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ അമ്മമ്മ. കണ്ടോ, ഇവർ ചായയൊക്കെ കുടിച്ച് അമ്മമ്മ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോകും. അമ്മാവനോട് പിന്നെ എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല. പണിയൊക്കെ അമ്മാമ്മയ്ക്ക് തന്നെ എടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ കിടന്ന് കണ്ടോ, പാവം ബാലവേല ചെയ്യിപ്പിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടുന്ന് കാലും കയ്യൊക്കെ ഉഴിഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും അനിയത്തിയും കൂടെ ഇതാ നേരെ നമ്മുടെ നവിക്കുട്ടൻ്റെ വീട്ടിലോട്ട് വിടുകയാണ്. അവൻ്റെ കല്യാണം കേട്ടോ. കല്യാണമാണ്. ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നൊരു കല്യാണം. ഞങ്ങളൊരു ഗ്യാങ്ങിൽ അവൻ്റേതായിരുന്നു കഴിയാനുള്ളത്. അപ്പോൾ അവൾക്ക് അനിയത്തിക്ക് നാളെ വരാൻ പറ്റിയല്ല, അതുകൊണ്ട് അവൾ ഇന്ന് എൻ്റെ കൂടെ പോന്നു. ഇതാണ് നമ്മുടെ ചെമ്പ്ര ടൗൺ കേട്ടോ. ചെമ്പ്ര ടൗണിലോട്ടാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവുകയല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 4 മാസത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ കുഞ്ഞിനെ ഞാൻ അച്ഛൻ്റെയും അവൻ്റെ അച്ഛൻ്റെ അടുത്ത് അതുപോലെ തന്നെ അച്ഛമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ച് വന്നിട്ടുണ്ട്. കുപ്പിയിൽ പാലും വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാ നമ്മുടെ കുട്ടികൾ. ഇതെൻ്റെ ഫ്രണ്ടാണ് ലിബിഷ, അവളുടെ മോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് അവർക്കൊരു കുറവാവുന്നത്. അങ്ങനെ ഇതാ ഇത് കനാലാണ് അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളത്. അപ്പം വെള്ളമൊക്കെ വരാനായിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വൃത്തിയാക്കൽ പരിപാടിയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ദേവും മോളിങ്ങനെ ഞാനില്ലേ വീഡിയോയിൽ, എന്നെ എടുക്കല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെയാണ് കേട്ടോ അവൻ്റെ വീട്. ഇപ്പോൾ ഇതാ ഈ കാണുന്നതാണ്. പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒന്നുമില്ല, ഓഡിറ്റോറിയത്തിൽ നിന്നാണ് നാളെ രാവിലെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പരിപാടികൾ. അത് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഹലോ എന്നൊക്കെ പറഞ്ഞ് കൈ തരുന്നുണ്ട്. പിന്നെയാണ് അവൻ ആ ചതി മനസ്സിലാവുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. വേറെ രക്ഷയില്ല എന്ന് തോന്നുന്ന നേരം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് ഓക്കേ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ തരികയാണ് കേട്ടോ. അപ്പോൾ അത് അവൻ്റെ അമ്മയാണ്. അപ്പോൾ അവരമ്മയോടും ഒക്കെ സംസാരിച്ച് ചേച്ചിയും വന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. അവൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ റൂമിൽ നിന്ന് ഞാൻ ഈ മിറർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ നിന്നുള്ള ഗോഷ്ടിക്കളികളാണ് നിങ്ങളീ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ ഈ മിറർ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു അവനോട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന്. അങ്ങനെ ഇവർ കഥയൊക്കെ പറയുകയാണ് കേട്ടോ. പരദൂഷണം പറയും. ഞാനിങ്ങനെ പറയുന്നുണ്ട് പരദൂഷണമാണ്, അതങ്ങ് ഞെട്ടുന്ന എക്സ്പ്രഷനൊക്കെ ഇടുന്നത്. ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ
ഇപ്പം എല്ലാവരും ഒത്തൊരുമിച്ച് കിട്ടാറില്ല. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. എല്ലാ ഫ്രണ്ട്സിനും അങ്ങനെ തന്നെയായിരിക്കും. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ട് അവൻ പറയും മുകളിൽ നോക്കി നോക്കി ഇൻറ്റീരിയർ വർക്കൊക്കെ അതൊക്കെ ഒന്ന് കാണിക്കും, ഞാൻ കഷ്ടപ്പെട്ട് പൈസ മുടക്കി ചെയ്തതാണ് എന്ന് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഫോണും പൊക്കി പിടിച്ചിങ്ങനെ നടക്കുന്നത് യൂട്യൂബർ, വലിയ യൂട്യൂബർ വന്നേന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളുവെങ്കിലും നമ്മുടെതൊക്കെ വലിയ ചാനലാന്നൊക്കെ പറഞ്ഞ് ഞാനും വീമ്പളിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങളിത് കഴിഞ്ഞ് ചായ കുടിക്കൽ പരിപാടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഈ ചായേൻ്റെ ഈ പിന്നെ നമ്മുടെ ഈ വറുത്ത കൈയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും തീർത്തത് ഞാനാണ് കേട്ടോ ഗൈസ്, ഞാനാണ്. അതെന്താണെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഇനിയും വേണോ? ഞാൻ പറഞ്ഞു വേണ്ട അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടാണ് കഥ പറയുന്നതിനിടയ്ക്ക് ഞാൻ പറയുകയാണ് കേട്ടോ, അമ്മായി അമ്മേനെ പറ്റി കുറ്റം പറയാമെന്ന്. അതിൻ്റെ എക്സ്പ്രഷൻ അമ്പോ എന്നൊക്കെ പറഞ്ഞു. അതാ നമ്മുടെ മിത്രമോൾ എത്തി കേട്ടോ, അടുത്ത ടീം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിത്രമോൾ, അതുപോലെ ചിഞ്ചുക്കുട്ടി, ഇതാണ് നമ്മുടെ നിഖിൽ. നവീൻ നിഖിൽ എല്ലാം മാറിപ്പോവാ നിഖിൽ. അങ്ങനെ അവരുടെ ഫാമിലി എത്തി. അപ്പോൾ ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, മൾബറി ഡയറീസ് എന്നാണ്. അപ്പോൾ എല്ലാവരും അവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്, ഫാമിലി വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, ഷോർട്സൊക്കെ. അപ്പോൾ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം ഒരാളെയും കൂടെ കാത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബിബി മോൻ, അവൻ എത്തിയിട്ടുണ്ട്. അയ്യോ ഇവിടെയും തുടങ്ങിയോ നീ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ഞങ്ങളങ്ങ് തുടങ്ങി കുറച്ച് കഥ പറച്ചിൽ. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്, കുഞ്ഞിന് ഉണർന്നിട്ടുണ്ട്, പാല് കൊടുത്തു എടുത്ത് വെച്ച് അവൻ കേൾക്കുന്നില്ല, നീ വേഗം വരണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം പിന്നെ എനിക്കൊരു ടെൻഷനായിട്ടോ. എന്നാൽ ഇവരെയൊക്കെ വിട്ടിട്ട് പോകുന്ന ആലോചിക്കുമ്പോൾ എന്തോ ഒരു സങ്കടം. കുറേ നേരമായില്ലേ നല്ലപോലെ വർത്താനൊക്കെ പറഞ്ഞ് കത്തിയടിച്ച്, എന്താ പറയുക, നമ്മുടെ ഈ ഒരു മോം ആൻഡ് ബേബി എന്നുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ചുറ്റുവട്ടത്തിലൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് അതൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഫീല്. അങ്ങനെ അവിടെ നിന്ന് സങ്കടത്തോടെ ഇറങ്ങി ഇതാ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ വീണ്ടും കല്യാണ വീട്ടിലോട്ട് വന്ന് എൻ്റെ കുഞ്ഞിന് ഫീഡ് ചെയ്തതിന് ശേഷം വീണ്ടും എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. വീണ്ടും ആ കല്യാണത്തിന് വന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ മോൻ ഇവിടെ നിന്ന് ചില സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവനെ വെച്ചിട്ടാട്ടോ ഞാനിതൊക്കെ ഓൺ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളുടെ കുറച്ച് ഗോഷ്ടിക്കളികളൊക്കെ ഇരുട്ടത്താണ് കേട്ടോ എടുക്കുന്നത്, വിളിച്ചൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ആയിരിക്കുകയാണ്. കണ്ടോ, എൻ്റെ മോനെ സുന്ദരനാക്കി ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നവിക്കുട്ടൻ്റെ കല്യാണത്തിന് രാവിലെ പോകാൻ പറ്റിയില്ല, അപ്പോൾ റിസപ്ഷന് പോകേണ്ട ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അനിയത്തിൻ്റെ അടുത്ത് അടിച്ച് മാറ്റിയതാണ് ഈ വീഡിയോ, അവൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ അടുത്ത ഫ്രണ്ട് ലിജിഷ. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ലീഷയും കൂടെ അവൾ എൻ്റെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അവൾ നല്ല പോസൊക്കെ തരുന്നുണ്ട്. അവൾ വിചാരിക്കുന്നത് ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന്, അതാട്ടോ അങ്ങനെ തരുന്നത്. ലാസ്റ്റാണ് അവൾക്ക് അമ്മളി മനസ്സിലായിട്ടുള്ളത്, ഇത് ഫോട്ടോ അല്ലല്ലേ വീഡിയോ ആണല്ലേ എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ അങ്ങ് തെറ്റിമാറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം, ചെമ്പ്രയുള്ള ഓഡിറ്റോറിയമാണ് കേട്ടോ, നല്ല അടിപൊളി ഓഡിറ്റോറിയമാണ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് പ്രവേശിക്കുകയാണ്. അവനവിടെ സുന്ദരക്കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ലുക്ക് കാണാനും ഒരു ഇതുണ്ട് കേട്ടോ, ത്വരയുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ കയറി വരുമ്പോൾ അമ്മയും അച്ഛനുമാണ്. അപ്പോൾ കുഞ്ഞിനെ എടുത്തിട്ടുണ്ടായിരുന്നു, അവർ കണ്ടിട്ടില്ല കുഞ്ഞിനെ. അങ്ങനെ കുറച്ച് നേരം അവരോട് കത്തിയൊക്കെ അടിച്ചു. പിന്നെ അവരെ ചേച്ചിയും അവരെ ഹസ്ബൻഡുമാണ് കേട്ടോ. അങ്ങനെ ദൂരെ നിന്ന് ഞാൻ അവനെ കണ്ടു, അടുത്തടുത്തോട്ട് പോവുകയാണ്. അതുകൊണ്ട് അവരിങ്ങനെ നോക്കുന്നുണ്ട്. വന്നു ക്യാമറ പിടിച്ച് വരുമ്പോൾ അവർക്ക് പേടിയാട്ടോ, അയ്യോ വീണ്ടും നീ ക്യാമറയും പിടിച്ച് വന്നോ എന്നുള്ളൊരു ഇതാണ്. അത് ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് അവളതാ ഇങ്ങനെ നിൽക്കുന്നത്, എക്സ്പ്രഷൻ ഇടുന്നത് കണ്ടോ. പിന്നെ ലാസ്റ്റ് ഒരു രക്ഷയില്ലാന്ന് തോന്നുമ്പോൾ നല്ല ഇതൊക്കെ തരുന്നുണ്ട് കേട്ടോ നമുക്ക്. അങ്ങനെ വീഡിയോയ്ക്ക് അവരും പോസ്റ്റ് ചെയ്തു. പിന്നെ ഞാനൊരു സെൽഫിയും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളതും പോസ്റ്റ് ചെയ്ത്. അടുത്തത് ഇതാ മോനുമായിട്ട് ലീഷക്കുട്ടീൻ്റെ കളിയാണ് കേട്ടോ, അവനെ അങ്ങ് കൊടുത്തു. പിന്നെ അവളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവൻ്റെ കൂടെ. അവന് ഇഷ്ടമാട്ടോ ഇങ്ങനെ എടുത്ത് നടക്കുക, കഥ പറയുക, അതൊക്കെ മതി അവന്. അവൻ നല്ല ഉഷാറിൽ കളിക്കുകയാണ് കേട്ടോ അവളെ കൂടെ. ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ലിഷമേമേനെ ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കുറേ ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ട്. കുറച്ച് പേര് നേരത്തെ വന്നു പോയിട്ടുണ്ടായിരുന്നു, എനിക്ക് നേരത്തെ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബിബി, ജിജോ, നിഖിൽ, ശരണ്യ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഞാൻ പുറത്ത് എത്തിയിട്ടുണ്ട്, നീ എന്നെ കൂട്ടാൻ വാന്നൊക്കെ പറഞ്ഞ് അവളെ കൂട്ടാൻ ഞാൻ പുറത്തോട്ട് പോയതാണ്. അപ്പോൾ ആണ് ഇവരൊക്കെ അവിടെ നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ ഇവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് അകത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അന്നേരമാണ് നമ്മുടെ വെൽക്കം ബോർഡ് അവിടെ കാണുന്നത്. കണ്ടപ്പോൾ എനിക്കും ശരണ്യയ്ക്കും പിന്നെ ഇവിടെ ഇങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി കണ്ടാൽ പിന്നെ നമ്മൾ വിടുകയില്ലല്ലോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങുകയാണ് നമ്മുടെ നവിക്കുട്ടൻ്റെ അടുത്ത്. അവിടെ എത്തിയിട്ട് നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കണം.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. ആദ്യം ഞങ്ങൾ സ്വയം കുറച്ച് സെൽഫികളും ഒക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ലിജിഷ ഷർണീനെ കണ്ടുമുട്ടിയ സന്തോഷത്തിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോനൊക്കെ എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരാളെടുത്ത് ഇങ്ങനെ കൈമാറി പോവുകയാണ്. അവന് ആരൊക്കെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ അവന് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ കയ്യിലും പോകുന്നുണ്ട്, കരച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അവൻ നല്ല സെറ്റാണ്, എടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ഒരു സെൽഫി ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു നമുക്കൊരു സെൽഫി എടുക്കാം, എല്ലാവരും ഒന്ന് സെറ്റാക്കി എന്ന് പറഞ്ഞ് ഞങ്ങൾ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കമൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ, മോനെ അമ്മേൻ്റെ അടുത്തേക്ക് പോകണ്ട, അമ്മ ഫുൾ വീഡിയോയിലാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്നെ ഇങ്ങനെ ട്രോളുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ആദ്യമായിട്ടാണല്ലോ ഞങ്ങളിങ്ങനെ ഒരു ഫംഗ്ഷന് വന്നിട്ട് ഇങ്ങനെ വീഡിയോ ആയിട്ട് ഞാൻ കളിക്കുന്നത് കണ്ടോ. ഇപ്പം നമ്മൾ ചേച്ചിമാരുടെ അടുത്ത് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ കയറി ഞങ്ങളുടെ ഡിഗ്രി ടീംസ് ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും നിന്നിരുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടിക്ക് ഭയങ്കര സഹകരണം കേട്ടോ, അവൾ നമുക്ക് നല്ല സെറ്റാക്കി നിന്നിരുന്നുണ്ട്. അവളും നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ കല്യാണച്ചക്കനും മണവാട്ടി ഇപ്പം ഭാര്യയും ഭർത്താവായില്ലേ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഞങ്ങൾ സെറ്റാക്കി. അതിനിടയ്ക്ക് നമ്മുടെ മിത്ര മോൾ ഇതാ അച്ചമ്മേൻ്റെ അടുത്ത് ഓടിപ്പോവുകയാണ്. അവൾക്ക് എന്തോ ഒരു ടയേർഡ് പോലെ, അവളെ ഒരു എല്ലാവരെയും കാണുന്നത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചിഞ്ചു മോള് കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു. പിന്നെ ഞങ്ങൾ പിരിയാനുള്ളൊരു സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് അവിടെ നിന്ന് ഇങ്ങനെ കത്തി അടിക്കുന്നുണ്ട്. അപ്പോൾ ചിഞ്ചു മോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ ഫോണിലും കൂടി ഒന്ന് എടുത്ത് തരണേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഥ പറയുന്ന വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ലവ് യു.